അങ്കിള് വാ. അവളെ തള്ളി മാറ്റിയതിനു ശേഷം അവൻ അവളുടെ പപ്പയെ നോക്കി വിളിച്ചു. അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും നേരം ധൈര്യത്തോടെ നിന്ന അവൾ ക്രിസ്റ്റി മിണ്ടാത്തത് കണ്ടതും ആകെ വല്ലാതെയായിരുന്നു. ക്രിസ്റ്റി, അയാൾ വിളിച്ചുകൊണ്ട് സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞ അനുസരണയില്ലാത്തവളുമാരെയൊക്കെ തനിയെ വരട്ടെ. വൈകിട്ട് ഞാൻ വന്ന് വിളിക്കാൻ വരാമെന്ന് അവളോട് പറഞ്ഞതാ. എത്രയാണെങ്കിലും അവളുടെ കാര്യം ഞാൻ മറക്കുവോ? ഞാൻ ഫോൺ എടുത്തില്ല എന്ന് കരുതി ഉടനെ അവിടുന്ന് ഇറങ്ങി വരികയാണോ ചെയ്യേണ്ടത്? അവന്മാർ ഇങ്ങോട്ട് വന്നതുകൊണ്ടാ ഞങ്ങൾക്ക് ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. അതും ഗിരിയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട്. ഇല്ലായിരുന്നെങ്കിലോ? അങ്കിള് വാ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കാം. അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ വീണ്ടും സേറയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വിഷമമാണോ സങ്കടമാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. മുഖമൊക്കെ ചുവന്ന് വീർത്ത് വല്ലാതെയായിരുന്നു. ഞാനും വരും, സേറ ആരോടെന്നില്ലാതെ പറഞ്ഞു. അത് കേട്ടതും അവർ 3 പേരും അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനും വരും പപ്പേ. ഭർത്താവാണെങ്കിൽ കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ കാണിക്കണമെന്ന് പറയും. ഒരു ഭാര്യയെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് വിളിക്കാൻ വരാമെന്നും പറഞ്ഞു. അങ്ങോട്ട് എത്ര തവണ ഫോൺ വിളിച്ചു എന്ന് ചോദിക്കുക. ആ പൊട്ട ഫോണിൽ എൻ്റെ എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്കാൻ പറ. എത്ര വിളിച്ചിട്ടും എടുക്കാഞ്ഞിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയെ കൊണ്ടിടുക. എന്നെയാണല്ലോ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പം പിന്നെ തലയെ കൊണ്ടിട്ടാ സ്വന്തം തെറ്റില്ലാതെയാകുമല്ലോ. അതിനുവേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഒക്കെ കയ്യിലങ്ങ് വെച്ചാൽ മതിയെന്ന് പറ. അവളും പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ. ഇന്ന് നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാണ്. ആ പാടയും ചക്കരയും കീരിയും പാമ്പും ആകാൻ നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ. ഗിരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവൾ ക്രിസ്റ്റിയെ നല്ലതുപോലെ ഒന്ന് പുച്ഛിച്ച് കാണിച്ചിട്ട് ഗിരിയോടൊപ്പം മുൻപിലേക്ക് നടന്നു. ഞാൻ വണ്ടിയെടുക്കാം. ഗിരി പോക്കറ്റിൽ കിടന്ന ചാവി എടുത്തുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് നടന്നു. ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളാം, അവളുടെ പപ്പ പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലും കയറി. സേറ വീണ്ടും ഒരു ലോഡ് പുച്ഛം വാരി വിതറി ക്രിസ്റ്റിയെ കാണിച്ചിട്ട് ബാക്കിലത്തെ ഡോർ തുറന്ന് അവിടേക്ക് കയറിയിരുന്നു. അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവളുടെ അടുത്തേക്കും കയറിയിരുന്നു. അവർ പണം കൊടുത്ത് രക്ഷപ്പെടാനെങ്ങാനും ശ്രമിക്കുമോ ക്രിസ്റ്റി? സേറയുടെ പപ്പ സംശയത്തോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു. അങ്ങനെയൊന്നും ചെയ്യില്ല അങ്കിൾ. അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മളും ഒരു പരാതി അങ്ങ് കൊടുക്കും, ക്രിസ്റ്റി പറഞ്ഞു. അതുമാത്രമല്ല ക്രിസ്റ്റി, 7 വർഷം നീ വെറുതെ പോയി ജയിലിൽ കിടന്നതല്ലേ, അതും ചെയ്യാത്തൊരു കുറ്റത്തിന്. ഇനി അഥവാ അങ്ങനെ എന്തേലും ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിയാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് നീ പരാതി കൊടുക്കണം. നിനക്കതിനുള്ള നഷ്ടപരിഹാരം തരണമെന്നും നീ പറയണം, ഗിരിയും പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ഗിരി. പണവും പ്രതാപവും സ്വത്തും ഒന്നും ക്രിസ്റ്റി ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആ പടി കടന്ന് വന്ന അന്ന് മുതൽ അവിടെ ഉണ്ടായിരുന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൊച്ചുമക്കളെക്കാളൊക്കെ അവരെന്നെ സ്നേഹിച്ചു. എന്നെ അവരിൽ ഒരാളെപ്പോലെ കരുതി. എനിക്ക് അതുമാത്രം മതി. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയും കൊന്നവരെ നീതിക്ക് മുൻപിൽ എനിക്ക് കൊണ്ടുവരണമായിരുന്നു. 7 വർഷം എൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് ഞാൻ വേണ്ടെന്ന് വെക്കും. പക്ഷെ എന്നിട്ടും അവർ രക്ഷപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആത്മാവിന് ശാന്തി കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം. അതിനപ്പുറം ഈ ക്രിസ്റ്റി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്നാലും ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ശരിക്കും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലിരുന്ന് എന്നെ തന്നെ എൻ്റെ മനസ്സ് കുത്തി നോവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ക്രിസ്റ്റിയോട് തന്നെ പറയാമെന്ന് ഞാൻ കരുതിയത്, അയാൾ പറഞ്ഞു. അങ്കിൾ ആദ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് അങ്കിൾ അവരോടൊപ്പം കൂടി എന്നെ കൊടുക്കാൻ എന്തോ പ്ലാൻ ചെയ്യാനാണെന്നാ. അതുകൊണ്ടാണ് ഞാനന്ന് കുറച്ച് ബലമിട്ടെന്നൊക്കെ സംസാരിച്ചത്, ക്രിസ്റ്റി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഇത്രയും നാൾ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പെട്ടെന്നൊരു ദിവസം നിന്നോട് സംസാരിക്കണമെന്നും അതും ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് വന്നു പറയുമ്പോൾ നീ വിശ്വസിക്കുമെന്ന് പോലും ഞാൻ കരുതിയിരുന്നതല്ല. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അതൊരിക്കലും വിശ്വസിക്കുകയില്ല, അയാളും അവനെ നോക്കി പറഞ്ഞു. എന്നാലും സ്വന്തം അപ്പനെയും അമ്മയും ഇങ്ങനെ സ്വത്തിന് വേണ്ടി മാത്രം കൊല്ലാൻ എങ്ങനെ ഒരാൾക്ക് പറ്റുന്നേ? എനിക്കതൊന്നും മനസ്സിൽ കൂടി ചിന്തിക്കാൻ പറ്റുന്നില്ല, സേറയും പറഞ്ഞു. ചിലർ അങ്ങനെയാ മോളെ, വെറു സ്വാർത്ഥരാ. അവർക്ക് എപ്പോഴും അവരെന്ന് മാത്രമേ ചിന്ത കാണുള്ളൂ. അവിടെ ബന്ധത്തിനും സ്നേഹത്തിനും ഒന്നും അവർ പ്രാധാന്യം കൊടുക്കില്ല. മറിച്ച് അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കണം. പാവപ്പെട്ടവനാണെങ്കിൽ കുഴപ്പമില്ല, അവനുള്ളത് കൊണ്ട് ഓണം പോലെ കഴിയും. പക്ഷെ പണമുള്ളവർക്ക് വീണ്ടും വീണ്ടും സമ്പാദിക്കണമെന്ന് തോന്നും. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ചു പേർക്ക്. ആ സമ്പാദിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ വരുന്നത്. ആർക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് മാത്രം നേടണമെന്നുള്ളൊരു ചിന്ത. ചിന്ത തന്നെയാ ഏട്ടനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അയാൾ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. അല്ല ക്രിസ്റ്റി, നിനക്ക് ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ? ശരിക്കും നിനക്കും അപ്പച്ചനും അമ്മച്ചിക്കും തമ്മിൽ എന്താ ബന്ധം? ഗിരിയാണത് സംശയത്തോടെ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാ അപ്പച്ചന് പുറമെ ആർക്കും അറിയാത്ത ഒരു മകള് കൂടിയുണ്ട്, എൻ്റെ മമ്മി ഷീന, അവൻ ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സേറയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കും അത് പുതിയൊരു അറിവായിരുന്നു. എന്താ നീ പറയുന്നേ? സേറയുടെ പപ്പയാണ് അവനോട് സംശയത്തോടെ ചോദിച്ചത്. സത്യ അങ്കിൾ,
അയാളുടെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അപ്പച്ചന് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിലുണ്ടായതാ എൻ്റെ മമ്മി. അത് പുറത്താർക്കും അറിയില്ല. എൻ്റെ മമ്മിയെ പ്രസവിച്ചതോടുകൂടി ആ അമ്മച്ചി മരിച്ചു. എൻ്റെ മമ്മി ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പച്ചന് അറിയില്ലായിരുന്നു എൻ്റെ മമ്മിയുടെ അമ്മ മമ്മിയെ പ്രസവിച്ചിരുന്ന കാര്യം. അത് അറിഞ്ഞു വന്നപ്പോഴേക്കും ആ അമ്മച്ചിയും മരിച്ചിരുന്നു. അപ്പോഴേക്കും അപ്പച്ചൻ്റെ വിവാഹം ജോസഫിൻ്റെയൊക്കെ അമ്മച്ചിയായിട്ട് കഴിയുകയും ചെയ്തു. എൻ്റെ പപ്പയും മമ്മിയും മരിക്കുന്നത് ഒരു ആക്സിഡൻറ്റിലാണ്. ആ മരണം അറിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ അവിടേക്ക് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. അതിനിടയ്ക്ക് യോസഫിൻ്റെ അമ്മച്ചി മരിക്കുകയും അങ്കിളിൻ്റെ അമ്മച്ചി അപ്പച്ചൻ വിവാഹം കഴിക്കുകയും ചെയ്തു. അതായത് നല്ല പ്രായത്തിൽ അപ്പച്ചൻ നല്ല ആളായിരുന്നു അല്ലേ? ഒരു പെണ്ണിനെ പ്രേമിച്ചു, അതിലൊരു മോളുണ്ടായി. പിന്നെ അങ്ങേരുടെ അമ്മച്ചിയെ കല്യാണം കഴിച്ചു, അതിലൊരാണും പെണ്ണും ഉണ്ടായി. അപ്പം നീയും അപ്പച്ചൻ്റെ ചെറുമകൻ തന്നെയല്ലേ? ഗിരി സംശയത്തോട് ചോദിച്ചു. അതെ, അവൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചായൻ്റെ അനിയത്തിയല്ലേ? സേറയുടെ വകയായിരുന്നു ആ ചോദ്യം. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെങ്ങനെയാ മോളെ അനിയത്തിയാവുന്നത്? ഞാൻ അപ്പച്ചൻ്റെ മകനല്ലല്ലോ. എൻ്റെ അപ്പച്ചൻ വേറെയല്ലേ? അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞത്? ഞാൻ അവർക്ക് പോലും ആരുമല്ല. അപ്പം നീ എങ്ങനെയാ ക്രിസ്റ്റിയായിട്ട് ബന്ധം വരുന്നേ? അയാൾ അത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞിരുന്നു. എനിക്കറിയായിരുന്നു അങ്കിൾ അവിടുത്തെ ആരുമല്ലെന്ന്. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ഞാൻ ഇവളെ പ്രേമിച്ചത്. പിന്നെ അപ്പച്ചനും അമ്മച്ചി എന്നോട് പറഞ്ഞിരുന്നു ഇവളെ ഞാൻ തന്നെ കെട്ടണമെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുകയും ചെയ്തു. പക്ഷെ അവർ ജീവനോടിരിക്കുമ്പോൾ എനിക്കതിന് സാധിച്ചില്ല. എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവൻ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ ജോസഫിൻ്റെയൊക്കെ അമ്മയ്ക്ക് അപ്പച്ചന് ഇങ്ങനൊരു ബന്ധമുള്ളത് അറിയില്ലായിരുന്നു അല്ലേ? ഗിരി സംശയത്തോടെ അവനോട് ചോദിച്ചു. അതറിയാൻ സാധ്യതയില്ല. പക്ഷെ അങ്കിളിൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. അതായത് എൻ്റെ അമ്മച്ചിക്ക്. അങ്കിളിൻ്റെ അപ്പച്ചൻ സ്വന്തം മകനെ പോലെയാ മരിക്കുന്നത് വരെയും കരുതിയിട്ടുള്ളത്. ഒരു വേർതിരിവ് അത് കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ? ക്രിസ്റ്റി ചോദിച്ചു. അതെ, അപ്പൻ എൻ്റെ ആരും അല്ലെന്നും ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടാക്കാൻ അപ്പൻ അനുവദിച്ചിട്ടില്ല. അവരെ രണ്ടുപേരെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ അപ്പൻ എന്നെ സ്നേഹിച്ചത്. അയാൾ നിറകണ്ണുകളോടെ പറഞ്ഞു. സാരമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? സ്വന്തം മകൻ ഒരു ദയമില്ലാതെ അവരോട് അങ്ങനെ ചെയ്തു. പക്ഷെ അങ്കിൾ അവരുടെ മകനല്ലാഞ്ഞിട്ട് പോലും അവരെ മരിക്കുന്നത് വരെയും സ്വന്തം പോലെ സ്നേഹിച്ചു. അതിൽ കൂടുതൽ ഇനി അവർക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അവരുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അവർ ജീവനോടിരുന്നപ്പോൾ ഒന്നിനും സാധിച്ചില്ല. പക്ഷേ മരിച്ചു പോയപ്പോഴെങ്കിലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ടല്ലോ, അത് മതി. ഗിരി പറഞ്ഞതും അവർക്കെല്ലാം അത് ശരിയാണെന്ന് തോന്നി. എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് കുറച്ചു നിമിഷം മാത്രമായിരുന്നു ആ കാറിൽ. സേറ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ അവളെ ഒന്ന് ദേഷിച്ചു നോക്കിയതിനു ശേഷം പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ട് അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് തല ചരിച്ചു. അവർ നേരെ വന്നത് സേറയുടെ വീട്ടിലേക്കായിരുന്നു. സേറയും അവളുടെ പപ്പയും കാണാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ രണ്ടുപേരും അവരെ കാത്ത് വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇച്ചായ, എന്താ സംഭവിച്ചത്? ഇത് ന്യൂസിൽ എന്തൊക്കെയോ കാണിക്കുന്നു. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? സേറയുടെ പപ്പയെ കണ്ടതും അവളുടെ മമ്മി അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അനിയ, എന്തൊക്കെയാ കേൾക്കുന്നേ? ഇച്ചായനും ജസ്റ്റിനും എന്തിന്? ജോസഫിന്റെ ഭാര്യ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അയാളുടെ ഒപ്പം കാറിൽ നിന്നും ഇറങ്ങുന്ന ഗിരിയെയും ക്രിസ്റ്റിയെയും കണ്ടതും അവരെ രണ്ടുപേരും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം പറയാം, നമുക്ക് അകത്തേക്ക് പോകാം. അയാൾ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നു. വാ മമ്മി, സേറ അവളുടെ മമ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ കുറച്ച് മുൻപിലേക്ക് നടന്നതും പിന്നെ തിരിഞ്ഞ് ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവനും അയാളുടെ മുഖത്തേക്ക് നോക്കി. അകത്തേക്ക് കയറി വാ മോനെ, അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. സാരമില്ല അങ്കിൾ, ഞാനിവിടെ നിന്നോളാം. അങ്കിൾ ചെന്ന് അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വാ. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ സേറയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നടന്നു. ഇച്ചായ, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അകത്തേക്ക് കയറി വാ. പിണക്കം മറന്ന് അവളും അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാം, നീ മമ്മിയുടെ അടുത്തേക്ക് ചെല്ല്. അവൻ അവളോട് പറഞ്ഞു. എത്ര വിളിച്ചാലും അവൻ അകത്തേക്ക് കയറി വരില്ല എന്ന് മനസ്സിലാക്കിയ അവൾ അവരോടൊപ്പം അകത്തേക്ക് ചെന്നു. എന്താ ഇച്ചായ സംഭവിച്ചത്? ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. വാർത്തയിൽ ഓരോന്നൊക്കെ പറയുന്നു, നമ്മുടെ അപ്പനെയും അമ്മയും ഇല്ലാതാക്കിയത് അവരാണെന്നൊക്കെ. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ? സേറയുടെ മമ്മി ചോദിച്ചു. ജോസഫ് ഇച്ചായൻ അങ്ങനെ ചെയ്യില്ല അനിയ, ഞാനിതൊന്നും വിശ്വസിക്കില്ല, അയാളുടെ ഭാര്യയും പറഞ്ഞു. ചേട്ടത്തി, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലായിരുന്നു ചേട്ടൻ. ചേട്ടത്തി വിചാരിച്ചതുപോലെ തന്നെയാണ് ഞാനും അത് കേൾക്കുന്നത് വരെ കരുതിയിരുന്നത്. പക്ഷെ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ചേട്ടൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിയെന്ന്. ചേട്ടൻ ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് അവനാ, ക്രിസ്റ്റി. അവൻ 7 വർഷം ജയിലിൽ പോയത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലായിരുന്നു. അവനാ അതിൻ്റെ പുറകിലെന്ന് ചേട്ടൻ നമ്മളെ എല്ലാവരെയും അന്ന് വിശ്വസിപ്പിച്ചു. പക്ഷെ അതൊക്കെ ചേട്ടനെ തന്നെ രക്ഷപ്പെടുത്താൻ നോക്കുകയായിരുന്നു. നമ്മളൊക്കെ ചേട്ടനെ അമിതമായിട്ട് വിശ്വസിച്ചു. അല്ല, ചേട്ടൻ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതും പറഞ്ഞ് അയാൾ കേട്ടതായിട്ടുള്ള കാര്യങ്ങളും
അവരെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് പോലീസുകാർ വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് വിശ്വസിക്കാൻ വയ്യാതെ ഇരിക്കുകയായിരുന്നു അവരെല്ലാവരും. എന്നാലും ഇച്ചായനോടും നമ്മുടെ മോളോടും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ചേട്ടൻ എങ്ങനെ സാധിച്ചു? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊക്കെ ഒരേ ചോരയല്ലേ? സേറയുടെ മമ്മി സംശയത്തോട് ചോദിച്ചു. അതിന് ചേട്ടൻ എൻ്റെ ആരും അല്ലല്ലോ. അല്ല, ഞാൻ ചേട്ടൻ ആരുമല്ലല്ലോ. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദമൊന്ന് ഇടറിപ്പോയി. ഏ എന്തൊക്കെയാ അനിയൻ ഈ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോസഫിന്റെ ഭാര്യ സംശയത്തോടെ അയാളോട് പറഞ്ഞു. അത് കേട്ടതും സേറ ജോസഫ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. അവർക്കാണെങ്കിൽ ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 7 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഇമ്മാനുവേലിന്റെയും ത്രേസ്യയുടെയും മരണത്തിൽ പുതിയ വഴിത്തിരിവ്. ഇമ്മാനുവേലിനും ത്രേസ്യയും കൊന്നത് മൂത്ത മകൻ ജോസഫ്, കൊല ചെയ്തത് സ്വത്തിനു വേണ്ടി. കൊല ചെയ്തിട്ട് ആ കുറ്റം 7 വർഷം ഇതേ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ക്രിസ്റ്റി എന്ന ചെറുപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കുമായിരുന്നു. ആ വാർത്ത പറയുന്നത് കേട്ടതും അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ വാർത്തയിലേക്ക് പോയി.